പരീക്ഷ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി ഇനി +2 പാസ്സാവില്ല എന്ന് രക്ഷിതാക്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതിലേക്ക് മാറിയാൽ ഏറ്റവും നല്ലത് ഒരു 5 വിഷയം എഴുതി ഈ കുട്ടിക്ക് ഇവിടെ വന്ന് +2 പാസ്സാകാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഞാൻ ചില കുട്ടികൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പീസ് റേഡിയോ വഴികാട്ടി പരിപാടിയിലേക്ക് ഇതുമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ NIOSമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ കൂടെ ചെമ്മാട് ടാക്ട് അക്കാദമി അധിപനായിട്ടുള്ള റഹ്മത്തുള്ള സർ കൂടെയുണ്ട്. സർ, ഈ SLC +2 വിഷയങ്ങൾ പഠിച്ചവരാണല്ലോ കൂടുതലും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ കുറച്ച് ചർച്ച ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കോഴ്സ് തുടങ്ങിയ ആളുകൾക്ക് വരുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ വിദ്യാർത്ഥികളെ ഇത് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ നമുക്ക് ചേരാൻ വരുന്ന ആളുകൾ മനസ്സ് പാകപ്പെടുത്തുക. അവർക്ക് ഇപ്പോൾ NIOSൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ കണ്ടിട്ട്, ഇപ്പോൾ എനിക്കറിയാം, ഞാൻ അഡ്മിഷൻ എടുത്ത ചില കുട്ടികളൊക്കെ അഡ്മിഷൻ എടുത്ത് കുറച്ച് ക്ലാസ്സിലൊക്കെ വന്നു. ഇവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് NIOS ഡയറക്റ്റ് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുക ചെയ്യുക തപാലിൽ. ആ പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ വന്നാൽ അവർ വിളിച്ച് പറയും ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു വാഹനമായിട്ട് വരണം. വലിയ ഘട്ടമാണ്. അത്രമാത്രം ബണ്ടിലായിട്ടുള്ള പുസ്തകങ്ങളാണ്. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറിക്ക് 2 വർഷം പഠിക്കുന്ന അത്ര തന്നെ പഠിക്കാനുണ്ട് അവർക്ക്. ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഈ ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു ക്യാപ്സ്യൂൾ ആക്കിക്കൊണ്ട്, കാരണം നമ്മുടെ അടുത്ത് വരുന്ന വിദ്യാർത്ഥികൾ ആ രൂപത്തിലാണല്ലോ വരുന്നത്. അപ്പം 2 വർഷം ഹയർ സെക്കൻഡറി പഠിച്ച് പിന്നെ ഇതിനേക്കാൾ ചെറിയ പുസ്തകങ്ങൾ കണ്ടിട്ട് പേടിച്ച കുട്ടികളാണ് വരുന്നത്. അതെ അതെ. അപ്പോൾ അവർ വന്ന് ഞങ്ങളടുത്ത് 6 മാസം എന്ന് കേൾക്കുമ്പോഴാണ് ഓടി വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഈ പുസ്തകങ്ങളൊക്കെ കാണുമ്പം അവർ ഞെട്ടും, ശരിക്കും ബേജാറാവും. പിന്നെ അത് അവർക്ക് ചില കുട്ടികൾ ഞങ്ങൾ കൊടുക്കുന്ന ക്യാപ്സ്യൂൾ ഒരു പുസ്തകം കൂടി കാണിച്ചു കൊടുക്കാറുണ്ട്. അത് കാണാത്ത വല്ല പിള്ളേർ നേരിട്ട് ഈ ബണ്ടിൽ പാർസൽ വരുന്ന സമയത്ത് ചില കുട്ടികൾ ക്ലാസ്സിൽ വരാതെ അല്ലെങ്കിൽ റെസ്പോൺസ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ, സാറേ ഞങ്ങൾ ആ പുസ്തകം കണ്ടു, അതോടുകൂടി അതിനടക്കാനുള്ള കാശ് സാർ എടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് അടച്ചത് പോയിക്കോട്ടെ, അത് മറ്റത് തന്നെ പഠിക്കാൻ വയ്യായിട്ടാണല്ലോ ഇതിന് വന്ന്. അപ്പോൾ ആ ഒരു പേടിയൊക്കെ അവർക്ക് എപ്പോഴും പിന്നെ ഈ ഒരു ഞങ്ങളെ അനുഭവത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിനെ വളരെ ക്യാപ്സ്യൂളാക്കി ഈ കുട്ടികൾക്ക് പാകമാകുന്ന രൂപത്തിൽ അവരെ പിന്നെ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് ഇപ്പം എൻ്റെ സ്ഥാപനത്തിലൊക്കെ ഒരു 3 തരത്തിൽ, അതായത് ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ടൈപ്പ് ക്ലാസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നേരത്തെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ അവർക്ക് ഒരു ബാച്ച് കൊടുക്കും, അവർക്ക് വേണ്ടി മാത്രം കൊടുക്കും. പിന്നെ എക്സാം ഓറിയൻറ്റേഷൻ എന്ന് പറയും. എന്നാൽ ഇതിൽ 2 ടേമിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്, ആ സമയത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3 തരം ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഓൺലൈനിലും ക്ലാസ് വരുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നത് കൊണ്ടാണ് ഇവർ പാസ്സായി വരുന്നത്. അപ്പോൾ ആ ഒരു പേടി അവർക്കുണ്ട്. പക്ഷേ ഒരു 3 മാസമൊക്കെ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു പേടി മാറും. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഇതുവരെയുള്ള പിന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നേരത്തെ പഠിച്ച കുട്ടികളാണ് പുതിയ കുട്ടികളെ നമുക്ക് റെഫർ ചെയ്യാറുള്ളത്. അവരാണ് അംബാസഡർമാർ. അപ്പോൾ അതോട് ആ രൂപത്തിൽ നമുക്ക് കുട്ടികളെ മാനസികമായിട്ടും ഒക്കെ അവരുടെ പേടിയൊക്കെ മാറ്റി പരീക്ഷ എഴുതാനുള്ളൊരു മൂഡ് അതിന്. അങ്ങനെ ധാരാളം കുട്ടികളുണ്ട്. അവരൊക്കെ നമ്മളായിട്ട് ഇപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. നമ്മൾ NIOS അഡ്മിഷൻ എടുക്കുമ്പോഴേ ഒരു മിനിമം പ്രായം ഉണ്ടാവുമല്ലോ, മാക്സിമം ഇല്ലെങ്കിൽ മിനിമം ഉണ്ടാവും. അത് എത്രയാണ് എല്ലാ കോഴ്സും? മിനിമം SLCക്ക് 14 വയസ്സ് നിർബന്ധമാണ്. പിന്നെ SLC കഴിഞ്ഞാൽ ഒരു SLC സർട്ടിഫിക്കറ്റ് ഉള്ള ആർക്കും +2 അഡ്മിഷൻ എടുക്കാം. വയസ്സിൻ്റെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും പിന്നെ ചാലഞ്ച് ചെയ്യുന്നവർക്ക് 17-18 വയസ്സൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചാലഞ്ച് ചെയ്യുന്നവർക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കതേപോലെ, കാരണം ഒരു കുട്ടി ക്വാളിഫൈഡായ ഒരു കുട്ടി ഏജിൻ്റെ പേരിൽ ആ പിന്നെ കോഴ്സ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് എനിക്ക് തോന്നുന്നത് കോടതി വിധി പ്രകാരം അത് ആ കുട്ടിക്ക് ചാലഞ്ച് ചെയ്താൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ 1-2 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം 17 വയസ്സ് വേണം, 18 വയസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഒരു കോടതി ചാലഞ്ച് ചെയ്തപ്പോൾ കോടതി ചോദിച്ചത് ഒരു കുട്ടിയുടെ ഏജ് ആ കുട്ടിയുടെ പഠനത്തിന് തടസ്സമാവരുത് എന്നുള്ളത്. അതേസമയം SLCക്ക് 14 എന്നുള്ളത് കറക്റ്റാണ്. അതൊരു
പിന്നെ അവർ മാൻഡേറ്ററി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മാക്സിമം പരിധിയില്ല. മാക്സിമം പരിധിയില്ല. എത്ര വയസ്സ് ആൾ വരെ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 60 വയസ്സുള്ള ഒരു യുനാനി ഡോക്ടർ വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. കാരണം അവർ പാരമ്പര്യമായിട്ടുള്ള പല പഠിച്ചു വന്നത് അവർക്ക് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. എന്നാൽ നാട്ടിലെ നല്ല അത്യാവശ്യം അറിയുന്ന ഒരു ഡോക്ടറൊക്കെ ആയിരിക്കും. ഡോക്ടർ മീൻസ് അവരെ പിന്നെ നാട്ടു ചികിത്സ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം ഗവൺമെൻറ് നിയമമുണ്ട്. കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ആരും ഈ പ്രാക്ടീസ് ചെയ്യരുത് എന്നുള്ളത്. അദ്ദേഹം പാസ്സായോ? അവർ പാസ്സായി. നല്ല മാർക്ക്. കാരണം ഇതൊക്കെ ഒരു ലക്ഷ്യത്തിലേക്ക് വരുന്ന ആളുകൾ പാസ്സാവും. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ കുട്ടികളെ ഹയർ സെക്കൻഡറി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതുപോലെ തന്നെ മറ്റു കേരള സർക്കാരിൻ്റെ സ്കോൾ കേരള നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ നമുക്ക് 2 വർഷം അവരെ പിന്നെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ അവരെ നോക്കി കൊണ്ടുപോകുന്നതിനുള്ളൊരു പ്രയാസം അത് പിന്നെ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ പത്രങ്ങളിലും അംഗീകൃത വളരെയധികം ഡിസിപ്ലിനുള്ള സ്കൂളുകളുടെ വരെ അവസ്ഥ അറിയണം. പിന്നെ ഒരു പാരൽ കോളേജിൻ്റെ കാര്യം പറയണ്ട. അപ്പോൾ അവരെ പ്രായത്തിൻ്റെ ഫ്രസ്ട്രേഷന് പിന്നെ അവർ സ്വാഭാവികമായിട്ടും ഒരു ലക്ഷ്യമില്ലാതെ വരുന്ന ആളുകൾ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ 1% പോലും ബുദ്ധിമുട്ടില്ല ശരിക്കും നമുക്ക് NIOSലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ. കാരണം എല്ലാവരും ഒരു ലക്ഷ്യത്തിലേക്കാണ് വരുന്നത്. കാരണം ഇനി ഇത് കഴിഞ്ഞാൽ ഇനി മറ്റൊരു പരീക്ഷ എഴുതാനില്ല എന്നുള്ളതാണ് അവരുടെ എല്ലാവരും എന്തെങ്കിലും കാര്യം അവർ ഒന്നുകിൽ ഗൾഫിലേക്ക് പോകാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിന് പോകാനായിരിക്കും. അവിടെ വരുന്നവർ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അതാണ് പറഞ്ഞത്, അവർക്ക് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. എങ്കിലും സെൽഫ് കൺട്രോൾഡാണ്. അതെ. അവരെല്ലാം പാസ്സാവുന്നതും തന്നെ ചിലപ്പം നമ്മളൊക്കെ പ്രഡിക്റ്റ് ചെയ്ത ചില സ്റ്റുഡൻസ്, അതായത് നീ ഒന്നും പാസ്സാവില്ല നമ്മൾ പറയുമല്ലോ, അത്തരം കുട്ടികൾ വളരെ സർട്ടിഫിക്കറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സാറേ, നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടുള്ള ധാരണ ഇതായിരുന്നല്ലോ, മാറ്റിയിട്ടുണ്ട് ഞാനിത്. അപ്പം അത് ഞങ്ങളങ്ങനെ പറയുന്നതുകൊണ്ട് അതെ അതിനുവേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും അത് മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ കമ്മിറ്റഡ് ആയിരിക്കും കുട്ടികൾ. നമ്മളേറ്റ് വളരെ ലക്ഷ്യം അറിഞ്ഞു വരാൻ എനിക്ക് നേടണം, നേടിയേ പറ്റും. അപ്പോൾ ആ നിലക്കാർ പഠിക്കും. അതുകൊണ്ടാണ് എല്ലാവരും പാസ്സായി പോകുന്നത്. അല്ല ഞങ്ങളുടെ മാത്രം കഴിവൊന്നുമല്ല, നമ്മുടെ മക്കൾക്ക് ഇല്ലാതെ പോയതും അതാണ്. ലക്ഷ്യബോധമില്ലാത്ത പഠനമാണ് ഇപ്പം അത് ഈ ഹയർ സെക്കൻഡറിയിലും പ്രത്യേകിച്ച് പിന്നെ SLCക്ക് തന്നെ നമുക്ക് സ്റ്റുഡൻസിനൊരു പിന്നെ എന്താണ് അവൻ്റെ കാലിബർ എന്ന് മനസ്സിലാക്കാൻ പാരൻസും ടീച്ചേഴ്സും അതിനുവേണ്ടി മെനക്കെട്ടിട്ട് ആ ഒരു മേഖലയിലേക്ക് കുട്ടിയെ പറഞ്ഞയച്ചാൽ തീർച്ചയായിട്ടും ചിലർക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്. അവർക്കൊക്കെ നമ്മൾ ആ ഒരു മേഖല, ഇപ്പോൾ എൻ്റെ കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹയർ സെക്കൻഡറി കേരള സർക്കാരിൻ്റെ അവിടെ ആണെങ്കിൽ പോലും അത്തരം കുട്ടികളെ ഞങ്ങൾ കണ്ടെത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പണി, ഇനി ഒന്നുമില്ലാത്തവനാണെങ്കിൽ ഒരു ചോക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞേക്കുന്ന ഒരു കുട്ടിയെ അവനെ ക്ലാസ്സിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് ചോക്ക് എടുത്ത് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അവനക്കൊരു ഞാൻ ക്ലാസ്സിൽ എന്തോ ആണ് എന്നൊരു തോന്നൽ പരിഗണന ഉണ്ടല്ലോ. അത് അപ്പോൾ ആ ഒരു നിലക്കുള്ള ആ ഒരു ഇപ്പം ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു NIOSലാകുമ്പോൾ അത്ര തന്നെ ബുദ്ധിമുട്ട് വരുന്നില്ല. അവരെല്ലാവരും ഒരു ലക്ഷ്യബോധം ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം പ്രൈവറ്റ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സർക്കാർ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്കും ഈ NS ഉപയോഗിക്കാൻ കഴിയും, പഠിക്കാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ സ്കീമാണ് വരുന്നത്. ഓപ്പൺ സ്കീം എന്ന് പറയുമ്പോൾ ആർക്കും ഇതിൻ്റെ കൂടെ ഇപ്പം നിലവിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെയോ CBSEയുടെയോ മറ്റേതെങ്കിലും ബോർഡിൻ്റെയോ ഹയർ സെക്കൻഡറി പാസ്സായ ആളുകൾ, SLC പാസ്സായ ആളുകൾ, അവർക്ക് തോന്നുകയാണ് എനിക്ക് NIOSൻ്റെ കൂടി ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. കൂടുതൽ അഡീഷണലായിട്ട് ചെയ്യാം. കൂടുതലും പ്ലസ് ടുവിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ നമുക്കൊരു ജോലി ഗൾഫിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു സയൻസ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ അത്തരം ആളുകൾക്ക് ഇതേപോലെ ഒരു 6 മാസം വെയിറ്റ് ചെയ്താൽ അവർക്ക് ഈ പിന്നെ സയൻസിൻ്റെ ഇപ്പോൾ നമുക്കറിയാം NIOSൻ്റെ പ്രത്യേകത മെഡിക്കൽ പിന്നെ എൻജിനീയറിങ് ബോർഡുകളൊക്കെ അംഗീകരിച്ച്. ഇപ്പം NIOSൻ്റെ ഒരു സയൻസ് എടുത്തു കഴിഞ്ഞ ഒരു കുട്ടിക്ക് മെഡിക്കൽ എൻട്രൻസ് അതുപോലെ ഇന്ന് നമ്മുടെ കേരള സർക്കാരിൻ്റെയോ മറ്റു ബോർഡുകളുടെയൊക്കെ എക്സാമിൻ്റെ വാല്യൂ എത്രയാണോ അത്ര തന്നെ വാല്യൂയോടുകൂടി എൻട്രൻസ് എഴുതാൻ പറ്റും. അതൊക്കെ പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ പഠനം തന്നെ ശരിക്കും അക്രഡിറ്റഡ് സ്കൂളുകളിലാണല്ലോ. അവിടെ അവർ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സയൻസ് ബാച്ച് എടുത്താൽ അത്തരം സ്ഥാപനങ്ങളാണ് ബാക്കി പഠനം തുടരുന്നത്, പ്രാക്ടിക്കലും ബാക്കിയുള്ള ഇപ്പം നിലവിൽ ഇവർ NIOSൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് നോയിഡ
ഡൽഹിയിൽ നോയിഡയിലാണ്. പിന്നെ എല്ലാ സ്റ്റേറ്റിലും ഇതിൻ്റെ റീജിയണൽ ഓഫീസ് ഉണ്ടാവും. ഈ റീജിയണൽ ഓഫീസിന് കീഴായിരിക്കും അക്രഡിറ്റഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് സ്കൂളുകളുണ്ടാവും. അത് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇതുണ്ട്. അതിൻ്റെ സ്കൂൾ അക്രഡിറ്റഡ് സെൻറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഓപ്ഷൻ ഉണ്ട്. ഏതാണോ താല്പര്യമുള്ള സ്കൂളുകൾക്ക് അവർക്ക് ഓപ്ഷൻ എടുത്താൽ അവിടെ അവൈലബിലിറ്റി അനുസരിച്ച് അവരെന്ത് ചെയ്യും, അവിടേക്ക് അഡ്മിറ്റ് ചെയ്യും. അവിടെ പിന്നീട് ആ കുട്ടി അവിടുത്തെ സ്റ്റുഡൻ്റാണ്. അവിടെ പ്രാക്ടിക്കലാണെങ്കിലും അതേപോലെ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് എക്സാം ചിലപ്പോൾ എന്ത് ചെയ്യും, സ്കൂളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സ്കൂളിൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ക്രസൻറ്റ് സ്കൂള്, ഓറിയൻ്റൽ ഹൈസ്കൂൾ, തിരുരങ്ങാടി, ഇതൊക്കെ ഇതിൻ്റെ സെൻറ്ററുകളാണ്. അപ്പോൾ ക്രസൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവന് ഓറിയൻ്റലിലായിരിക്കും എക്സാം വരിക. ഓറിയൻ്റലുള്ള ആ കുട്ടിയാണെങ്കിൽ അപ്പുറത്ത് ക്രസൻറ്റിൽ, അങ്ങനെ സ്കൂളുകൾ മാറ്റിക്കൊടുക്കും എക്സാമിന് വേണ്ടിയോ. അതേ സമയം പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെ അതാത് സ്കൂൾ തന്നെ ചെയ്യും. അപ്പോൾ ഇതിൽ ഏറ്റവും സയൻസിന് വരുന്നത് കുറവാണ് ഞങ്ങൾക്കൊക്കെ. ചില സ്ഥാപനങ്ങൾ ഇപ്പം നമ്മുടെ അതർ സ്റ്റേറ്റിൽ, കേരളത്തിൽ വല്ലാതെ കണ്ടിട്ടില്ല, അതർ സ്റ്റേറ്റിലൊക്കെ ഈ എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ +1 അവരെന്ത് ചെയ്യും, എൻട്രൻസ് കോച്ചിങ് നടത്തും. +1 അതായത് ഫസ്റ്റ് ഇയർ എക്സാമില്ലല്ലോ NIOSന്. ആ സമയത്ത് ഒരു വർഷം അവർ ഈ എൻട്രൻസ് കോച്ചിങ്ങിൽ ക്ലാസ് കൊടുക്കും. രണ്ടാമത്തെ കൊല്ലം ഈ കുട്ടിക്ക് NIOSൻ്റെ എക്സാം എടുത്തു. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പോലുള്ള ബുദ്ധിമുട്ടില്ല. കാരണം കേരളത്തിൽ 2 കൊല്ലം ഈ കുട്ടി പരീക്ഷ എഴുതണം. അപ്പോൾ അതിനുവേണ്ടി മെനക്കെടുമ്പോൾ കോച്ചിങ് കിട്ടില്ലേ. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കുറേ അതർ സ്റ്റേറ്റിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇവിടെ വരാം. അതൊക്കെ നമുക്ക് നമ്മുടെ ഇത് കേരളത്തിലും ചില സ്ഥാപനങ്ങൾ പക്ഷേ എല്ലാവർക്കും പേടി, NIOS അംഗീകാരമുണ്ടോ, ഓപ്പണല്ലേ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. ആശങ്ക ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ വേൾഡ് വൈഡാണ്, നമുക്ക് എവിടുന്ന് എഴുതാം ഇതിന്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ അക്രഡിറ്റഡ് സെൻറ്ററുകളുണ്ട്. വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് നമുക്ക് അപേക്ഷ കൊടുത്താൽ അവിടുന്ന് പരീക്ഷ എഴുതാം. ഇനി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് എക്സാമിൻ്റെ സമയത്ത് ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ എഴുതാം. പോലെ ഒരു വേൾഡ് വൈഡ് സംഭവമാണ്. വേൾഡ് വൈഡാണ്. അതിപ്പോൾ ഇഗ്നോയും NIOSും ഒരേ നിയമത്തിന് കീഴിൽ വന്നതാണ്. പാർലമെൻറ്റ് ആക്ടിൽ MHRD സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റുള്ളൊരു സ്കീമാണ്. ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ +2 കഴിഞ്ഞ കുട്ടിക്ക് ഇതിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയും അല്ലേ? പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ SLC ആണ്. ഹയർ സെക്കൻഡറിക്ക് പിന്നെ ഹയർ സെക്കൻഡറിക്ക് ഇതിലേക്ക് വരാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു കുട്ടി ഹയർ സെക്കൻഡറി ചേർന്നു, ആ കുട്ടി 1 വർഷം പഠനം പൂർത്തിയാക്കി, 2ാം വർഷം കുട്ടി പഠിക്കാൻ പറ്റിയില്ല, പിന്നെ അതിൽ അഡ്മിഷൻ എടുക്കാൻ പ്രൊസീജിയർ? നല്ല ചോദ്യമാണത്. കാരണം അതായത് വളരെ കുട്ടികൾ ഇപ്പം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഈ മേഖലയിൽ സാമ്പത്തിക പ്രശ്നം കൊണ്ട് നിർത്തുന്നവരുണ്ട്. മറ്റല്ലെങ്കിലും മറ്റ് ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അറിയാലോ ആ ഒരു ഏജ് പലപ്പോഴും ഞാൻ പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തും. പിന്നെ ചിലപ്പോൾ ചില മത പഠനങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കോളേജുകൾ മാറും. ചില ഈ മതവിദ്യാഭ്യാസം പള്ളി ദർസുകളൊക്കെ അവരൊക്കെ അങ്ങോട്ട് മാറുമ്പോൾ ആ സ്കൂളിലായത് ഇപ്പം നേരത്തെ ഉള്ള പള്ളി ദർസ് അവിടെ പൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു വർഷം അവർക്ക് പോയി. പിന്നെ രണ്ടാമത് ആ കുട്ടി കേരള സർക്കാരിൽ ചേരണമെങ്കിൽ പുതിയതായിട്ട് +1 ചേർന്നിട്ട് വേണം വരാൻ. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് അവർക്ക് ഇയർ നഷ്ടപ്പെടാതെ തന്നെ ഇതിൻ്റെ 2ാമത്തെ കൊല്ലത്തിലേക്ക് വന്ന് ചേർന്നാൽ മതി. ഓക്കെ. സെക്കൻഡ് ഇയറിൽ മാത്രമല്ല എക്സാം ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇത് പലർക്കും അറിയില്ല. ഇനി എനിക്ക് തോന്നുന്നത് +1 പരീക്ഷ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി ഇനി +2 പാസ്സാവില്ല എന്ന് രക്ഷിതാക്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതിലേക്ക് മാറിയാൽ ഏറ്റവും നല്ലത് ഒരു 5 വിഷയം എഴുതി ഈ കുട്ടിക്ക് ഇവിടെ വന്ന് പാസ്സാകാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഞാൻ ചില കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ല, നമ്മുടെ അനുഭവത്തിൽ ഒരുപാട് കുട്ടികൾ ഒരു ആവേശം കൊണ്ട് പോയി ചേരും ചില കോഴ്സുകൾക്ക്. എന്നിട്ട് ഇത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴാണ് എന്നെ കൊണ്ട് ഈ സാധനം മറ്റേ മുറി കൂട്ടിലാ തോന്നുന്നത്. അപ്പം അത്തരം ആളുകൾക്ക് ഇത് വളരെ തീർച്ചയായിട്ടും അവർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവർക്ക് വലിയ ഭാരമില്ല. ഒരു 5 സബ്ജക്റ്റുകളല്ലേ മാത്രമല്ല. ഇപ്പോൾ ഞങ്ങളിപ്പോഴുള്ള സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഏറ്റവും നമ്മൾ കേരള സർക്കാരിൻ്റെ 24 മാർക്ക് വാങ്ങി ബാക്കി C മാർക്കൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് കുട്ടികൾ പാസ്സാവുന്നത്. ഇതിലൊരു 27 മാർക്ക്, 27 മാർക്ക് ബാക്കി C മാർക്ക്, അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ട്. 50% മാർക്ക് കുട്ടികൾക്ക് വാങ്ങാം. സർട്ടിഫിക്കറ്റ് കൈ കിട്ടുകയും ചെയ്യും. സർട്ടിഫിക്കറ്റ് നല്ല അവർ സംവിധാനമാണത്. ഇതൊക്കെ പിന്നെ ഏകദേശം
ഈ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഇപ്പോൾ പ്രത്യേകത ശരിക്കും അതിൻ്റെ മുകളിൽ എഴുതുന്നുണ്ട്, പിന്നെ MHRD ഇന്ത്യ, ഇഷ്യൂഡ് ബൈ MHRD ഇന്ത്യ എന്ന് പ്രത്യേകിച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഇത് ഇന്ത്യ ഗവൺമെൻറ്, ഇപ്പം നമ്മുടെ കേരള സർട്ടിഫിക്കറ്റ് അംഗീകാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കേരള സർക്കാരിൻ്റെ ഇതൊന്നുമില്ല, കേരള എഡ്യൂക്കേഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ ഇത് വരുന്നുള്ളൂ. എല്ലാ സ്റ്റേറ്റിലും ആവണമെന്നില്ല. അപ്പം വിദേശത്തൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇത് ഈ സർട്ടിഫിക്കറ്റ് ഇതിൽ ഓപ്പൺ എന്നുള്ളൊരു ഇതാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇപ്പം ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു എന്നുള്ള നിലക്ക് ഇപ്പോൾ ഇവിടെ PSCയും അതുപോലെ എല്ലാം അംഗീകരിച്ച ചോദ്യം വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഇപ്പോൾ ഒരു കുട്ടി +2 കഴിഞ്ഞു, അവന് 1-2 സബ്ജക്റ്റ് കിട്ടി, ആ ടോപ്പിക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ സാധനം എഴുതാൻ പറ്റുമോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് ഇപ്പം +2 നമുക്ക് 6 വിഷയമാണ് നമ്മുടെ കേരള +2 6 വിഷയം. അതിൽ +1ഉം +2ഉം കൂടി പാസ്സായി കഴിയുമ്പോഴാണ് ഒരു കുട്ടി പാസ്സാവുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ഈ പാരലൽ മേഖലയിലൊക്കെ ഉള്ള ഒരു ഇത് കാണുന്ന സ്കോൾ കേരളയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സ്കോൾ കേരളയിലൊക്കെ കാണുന്നത് ഒരു മിനിമം 2 വിഷയം എല്ലാ കുട്ടികളും പാസ്സാവും. പ്രധാനമായിട്ടും സെക്കൻഡ് ലാംഗ്വേജ് അറബിക്കും അല്ലെങ്കിൽ മലയാളം, പിന്നെ പൊളിറ്റിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ എന്തായാലും 2 പാസ്സാവും. അങ്ങനെ വരുമ്പം അവർക്ക് NIOSലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇവർക്ക് ഈ 2 വിഷയം പാസ്സായതുകൊണ്ട് ഒരു കാര്യമില്ലാതെ ആ സർട്ടിഫിക്കറ്റ് വേസ്റ്റായി കിടക്കുകയാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇവരിങ്ങോട്ട് അതിൻ്റെ ഹാർഡ് കോപ്പി നിർബന്ധമാണ്. ആ ഹാർഡ് കോപ്പിയോട് കൂടി നമുക്ക് അപേക്ഷ തന്നു കഴിഞ്ഞാൽ ഈ മാർക്ക് അതേപോലെ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സെയിം മാർക്ക് ആഡ് ചെയ്ത് കിട്ടും. പഠിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, ബാക്കി പഠിച്ചാൽ മതി. ബാക്കി ഇവർക്കുള്ള സൗകര്യം ഇവിടെ ഇപ്പോൾ 2 കഴിഞ്ഞാൽ 4 പഠിക്കണമല്ലോ, അതിന് പകരം ഇവിടെ 3 പഠിച്ചാൽ മതി. അപ്പോൾ ശരിക്കും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ 2 വിഷയത്തിൻ്റെ മാർക്ക് അവിടെ വരും. പിന്നെ 3 വിഷയം കൂടി അവർ അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാസ്സായി പോകാൻ പറ്റും. ഈ NIOS വഴി അഡ്മിഷൻ എടുക്കാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്? അതിൻ്റെ സമയക്രമം, കാലക്രമം എന്തൊക്കെയാണ്? എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം? NIOS ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് അതിൻ്റെ കോൾ ഫോർ ചെയ്യുക. അതിൽ ഒന്ന് വരുന്നത് നമ്മൾ ജൂലൈ 13 ഫൈൻ ഇല്ലാതെ വരുന്നത്. പിന്നെ ഓഗസ്റ്റ് 15 വരെ ഒരു ഫൈൻ വരും. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 30 വരെ 13 വരെ ഒരു ഫൈന്. പിന്നെ സെപ്റ്റംബർ 15 സൂപ്പർ ഫൈൻ അടക്കം രജിസ്ട്രേഷൻ നടന്നിരിക്കണം. ക്ലോസ് ചെയ്യും. അത് മാർച്ച് എക്സാമിനുള്ളതാണ്. പിറ്റത്തെ വർഷത്തെ മാർച്ച് എക്സാമിനുള്ള രജിസ്ട്രേഷൻ സെപ്റ്റംബർ 15 രജിസ്ട്രേഷൻ. കാലകാലം അങ്ങനെയാണ്, അങ്ങനെ തന്നെ, അതിൽ യാതൊരു മാറ്റമില്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം ഇത് വരുന്നത് ഒക്ടോബർ നവംബറിലാണ് എക്സാം വരിക. അതിന് ഏകദേശം ശരിക്ക് സെപ്റ്റംബർ 15 ശേഷം തന്നെ സൈറ്റ് ഓപ്പൺ ആവും. പക്ഷെ അത് അവസാനിക്കുന്നത് ഫെബ്രുവരി 15 അതിൻ്റെ സൂപ്പർ ഫൈനോട് കൂടി ഫെബ്രുവരി 15 അപേക്ഷ കൊടുത്താൽ ആ കുട്ടിക്ക് ആ വർഷം തന്നെ ഒക്ടോബറിൽ എഴുതാം. പിന്നെ ഇതിൽ കേരള സർക്കാരിൻ്റെ ഇപ്പോൾ നമുക്കറിയില്ല, ഇപ്പോൾ കുട്ടികൾ പരീക്ഷ എഴുതി, ഇപ്പോൾ ഏപ്രിലിൽ അടുത്ത മാസം റിസൾട്ട് വരും. അപ്പോൾ ഈ റിസൾട്ട് വരുന്ന കുട്ടി തോറ്റ ഒരു കുട്ടിയാണെങ്കിൽ, ഒരു കുട്ടി തോറ്റിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇനി അടുത്ത വർഷമേ നമുക്ക് കേരള സർക്കാരിൻ്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. എന്നാൽ ഈ വരുന്ന ഇനിയിപ്പം ഒക്ടോബർ നവംബറിൽ ഇവരുടെ NIOSൻ്റെ എക്സാം ഉണ്ട്. ഈ എക്സാം എഴുതാനുള്ള അപേക്ഷ ഫെബ്രുവരി 15 കൊടുത്തിരിക്കേണ്ടിയിരുന്നു. അതിനാ സമയത്ത് കുട്ടി പരീക്ഷ എഴുതിയിട്ടില്ല, റിസൾട്ടും വന്നിട്ടില്ല. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് ഈ NIOS ചെയ്തിട്ടുള്ളൊരു സംവിധാനം, ഇവർക്ക് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജൂൺ 1 വീക്ക് തന്നെ ഈ ഒക്ടോബറിൽ എഴുതാൻ വേണ്ടി ഒന്നും കൂടി ഇവരെ സൈറ്റ് ഓപ്പൺ ആക്കും. ഇവർക്ക് വേണ്ടി മാത്രം, ഈ തോറ്റ കുട്ടികൾക്ക് അവരുടെ കയ്യിൽ ഫെയിലായ സർട്ടിഫിക്കറ്റിൻ്റെ ഹാർഡ് കോപ്പി ഉണ്ടാവണമെന്നേ ഉള്ളൂ. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 2 വിഷയമാണ് കുട്ടി ജയിച്ചിട്ടില്ലെങ്കിൽ ബാക്കി 3 വിഷയത്തിനുള്ള അപേക്ഷ കൊടുക്കുക. അവർക്ക് ഈ ഒക്ടോബറിൽ പരീക്ഷ എഴുതാം. സമയനഷ്ടം തീരെ ഇല്ലല്ല. അവർക്ക് നേരെ ഒക്ടോബറിലേക്ക്, ഇതിന് സ്ട്രീം 2 എന്നാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പലർക്കും ഇത് അറിയില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പഠിക്കുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടൊരു എക്സാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒക്ടോബറിലെ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ 1.5 മാസം കൊണ്ട് റിസൾട്ട് വരും. ചിലപ്പോൾ ഈ ഇയറിൽ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്കൊക്കെ അങ്ങനെ കയറാൻ പറ്റിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഹയർ സ്റ്റഡീസ് വർഷം നഷ്ടപ്പെടാതെ കിട്ടിയിട്ടുണ്ട്. അത് അറിയില്ല. അത് പൊതുവേ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങളിലുള്ള ആളുകളും ഇത്തരം ഒരു ഡീപ്പായിട്ടൊന്നും ആരും പറഞ്ഞു കൊടുക്കാറുമില്ല. അതിന് പേര് സ്ട്രീം 2 എന്നുള്ള. സ്ട്രീം 2. അപ്പോൾ അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. പീസ് റേഡിയോ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിലൂടെ പഠനം ഇടയ്ക്ക് മുടങ്ങിയവർക്കുള്ള
സംവിധാനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഥവാ NIOSമായി ബന്ധപ്പെട്ട സ്കീമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് നമുക്ക് കേൾക്കാനുണ്ട്. ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.